നമ്മൾ മൊബൈലിൽ ഒരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പല ഡോക്യുമെൻസുകളും പല കാര്യങ്ങളും നമ്മൾ മൊബൈലിലാണ് ഇപ്പോൾ സൂക്ഷിക്കാറ്. എന്നാൽ ചില ഫോട്ടോസുകൾ അത് നമുക്ക് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. ചില ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ അങ്ങനെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും. എന്നാൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഉപയോഗിക്കാതെ നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുകൂടാതെ നമുക്ക് ഒരു വീഡിയോ നമുക്കൊരു കൂട്ടുകാർക്ക് സെൻഡ് ചെയ്യണം. നമുക്ക് ആ വീഡിയോയുടെ വോയിസ് മാത്രമേ സെൻഡ് ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. നമുക്ക് ആ വീഡിയോ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനും നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആ വീഡിയോയിൽ നിന്നും MP3 വേർതിരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ സെൻഡ് ചെയ്യുക. എന്നാൽ അതും നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ നിന്നും ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഞാൻ അതിനായിട്ട് എൻ്റെ മൊബൈലിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്യാണ്. ഞാനിവിടെ ഒരു വീഡിയോ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഈ വീഡിയോ എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ആ വീഡിയോയിൽ തന്നെ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പോൾ അത് മാർക്കായിട്ടുണ്ട്. വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തു. ഇവിടെ റീനെയിം എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനവിടെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ആ വീഡിയോയുടെ നെയിം ഇവിടെ മാർക്കായിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും MP4 എന്ന്, അതായത് .mp4 എന്നാണ് ഇവിടെ ഉള്ളത്. ഞാനത് മാറ്റുകയാണ്. ഞാനത് മാറ്റി. ആ ഡോട്ട് മായ്ക്കരുത് കേട്ടോ. ആ ഡോട്ടിൻ്റെ ഇപ്പുറമുള്ള MP4 എന്നുള്ളത് മാത്രമാണ് ഞാൻ മായ്ച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ DOC എന്ന് ടൈപ്പ് ചെയ്തു. ആ MP4 മായ്ച്ചിട്ട് DOC എന്ന് ടൈപ്പ് ചെയ്ത് ഞാനിവിടെ OK കൊടുക്കുകയാണ്. ഇവിടെ റീനെയിം എന്ന് വീണ്ടും കാണിക്കുന്നുണ്ട്. ഞാനിവിടെ റീനെയിം കൊടുത്തു. ഇപ്പോൾ ആ വീഡിയോ അവിടെ നിന്ന് പോയിട്ടുണ്ട്. നേരത്തെ കണ്ട ആ വീഡിയോ അവിടെ ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ആ വീഡിയോ എങ്ങനെയാണ് തിരിച്ച് നമ്മുടെ മൊബൈലിലേക്ക് കൊണ്ടുവരിക? ഇപ്പോൾ ആർക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ വീഡിയോ കണ്ടെത്താനേ സാധിക്കില്ല. എനിക്ക് ഹൈഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ വീഡിയോ തിരിച്ച് കിട്ടണമല്ലോ. എങ്ങനെയാണ് കിട്ടുക? അതിനായിട്ട് നമുക്ക് നേരെ നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. മൈ ഫയൽ എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. ഫയൽ മാനേജർ. ആ മൈ ഫയൽ എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ തിരഞ്ഞു പിടിച്ച് നോക്കിക്കഴിഞ്ഞാലും വീഡിയോസിലൊന്നും തിരഞ്ഞു പിടിച്ച് നോക്കിക്കഴിഞ്ഞാലൊന്നും ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് എവിടെയാണ് ഉണ്ടാകുക? ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഒരു ഫോൾഡർ. ഇമേജിൻ്റെ തൊട്ട് താഴെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഒരു ഫോൾഡർ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ. അതായത് ഏറ്റവും മുകളിലല്ല, അത് HTML എന്നാണ്. അത് തൊട്ട് താഴെ നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനം .doc എന്ന് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച വീഡിയോ. ഇനി നമുക്ക് അത് തിരികെ ഗാലറിയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക? അതിനായിട്ട് വീണ്ടും നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കാം. ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ മോർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും താഴെ. അവിടെ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും റീനെയിം എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ DOC എന്ന ആ ഞാൻ ടൈപ്പ് ചെയ്ത അത് മായ്ച്ച് കളഞ്ഞിട്ട് MP4 എന്ന് തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് റീനെയിം കൊടുക്കുകയാണ്. തുടർന്ന് ചേഞ്ച് എന്ന ഭാഗം വരും. അവിടെ ചേഞ്ച് കൊടുത്തപ്പോൾ ഇവിടെ നിന്ന് ആ വീഡിയോ പോയിട്ടുണ്ട്. നേരെ നമുക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലറിയിൽ ആ വീഡിയോ വീണ്ടും വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് വീഡിയോസ് ആകട്ടെ ഫോട്ടോസുകളാകട്ടെ നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ നമുക്കിതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി ഈ വീഡിയോ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഇതിലുള്ള വോയിസ് ഇപ്പോൾ ഒരു സോങ് ആണെങ്കിൽ നമുക്ക് ആ സോങ് സാധാരണ നമ്മൾ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുക. എന്നാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നേരത്തെ നമ്മൾ ചെയ്ത അതേ ഒരു മെത്തേഡ് തന്നെ, പക്ഷേ ചെറിയൊരു മാറ്റം അത് ഇതിൽ ചെയ്താൽ മതി. ഞാനവിടെ വീണ്ടും പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട്
ഇവിടെ ആ ഒരു MP4 എന്നുള്ള ഭാഗത്ത് ഞാനത് ആ ഒരു 4 എന്ന ഭാഗം മായ്ച്ചിട്ട് ഞാനിവിടെ 3 എന്ന് കൊടുക്കുകയാണ്. അതായത് MP3 എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. തുടർന്ന് റീനെയിം കൊടുത്തു. ഇപ്പോൾ ആ വീഡിയോ MP3 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു MP3 കണ്ടെത്താൻ സാധിക്കും, എങ്ങനെ നമുക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം? അതിനായിട്ട് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു മൈ ഫയൽ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ടായിരുന്നു സേവ് ചെയ്തിരുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സിലാണ് അത് ഉണ്ടാകുക. ഇപ്പോൾ നമ്മൾ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് നേരെ ഓഡിയോ ഫയൽ എന്ന ഈ ഒരു ഫോൾഡറിലായിരിക്കും വന്നിട്ടുണ്ടാകുക. നമുക്കിവിടെ ഓഡിയോ ഫയൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലല്ല, അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ VID എന്ന് കാണാൻ സാധിക്കും. അവസാന ഭാഗത്ത് MP3 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓപ്പണാക്കി കേൾക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും അത് നമ്മുടെ വീഡിയോ തന്നെ ആക്കി മാറ്റണമെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച അതേ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. നമുക്കവിടെ പ്രസ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം ഇവിടെ താഴെ മോർ എന്ന ഭാഗത്ത് 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റീനെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് MP3 എന്നുള്ളത് MP4 എന്നാക്കി കൊടുത്തിട്ട് റീനെയിം കൊടുത്താൽ മതി. ഇവിടെ ചേഞ്ച് എന്ന ഭാഗം വന്നിട്ടുണ്ട്. ഞാനത് കൊടുത്തു. ഇവിടെ നിന്ന് അത് അപ്രത്യക്ഷമായിട്ടുണ്ട്. നമുക്ക് നേരെ ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഗാലറി തുറന്ന് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ വീണ്ടും വന്നിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകൾ ആർക്കും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും സഹായം ആവശ്യമില്ല. അതുപോലെ തന്നെ MP3 ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യവും ഇല്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.